TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്നിപ്പോൾ പുതുവത്സര ദിനത്തിൽ ദുരന്തബാധിതർക്ക് ആശ്വാസകരമായ വാർത്തയാണ്. സർക്കാർ ആ പദ്ധതി വളരെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു. ഇനി കാലതാമസം ഒന്നുമില്ല. 25-ന് മുമ്പ് അന്തിമ ലിസ്റ്റ് വരും. അതിനുശേഷം തറക്കല്ലിടിയിൽ ചടങ്ങിലേക്ക് കടക്കും. ഒറ്റഘട്ടമായിട്ട് 2 ടൗൺഷിപ്പുകളും ഉയരുകയും ചെയ്യും. എല്ലാം ഓക്കെ അല്ലേ TV പ്രസാദ്? ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അരുൺ. എല്ലാം ഓക്കെ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് മാത്രമല്ല, ഒപ്പം വിലങ്ങാട്ടുള്ളവർക്കും ഇത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. വളരെ വേഗം ഇക്കാര്യത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസത്തോളമാണ് ഇത് നിയമക്കുരുക്കിൽപ്പെട്ടു പോയത്, ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച്. അതിൽ ഹൈക്കോടതി അനുകൂലമായ തീരുമാനം സർക്കാരിന് ഉണ്ടായതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ 38 സ്പോൺസർമാരുമായി മുഖ്യമന്ത്രിയും അതുപോലെ റവന്യൂ മന്ത്രിയും അടക്കമുള്ളവർ ചർച്ച നടത്തി. അവർ പരമാവധി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് 2 ഘട്ടമായല്ല, ഒരേ സമയത്ത് തന്നെ പണി തുയരും എന്നുള്ളത് എന്തായാലും ഇവരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്, അത് പറയുകയും ചെയ്തു. അരുൺ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ചീഫ് സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി നേരത്തെ മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് വേണ്ടി പ്രത്യേകം വിളിച്ച മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച ആ പ്രസൻറ്റേഷനുള്ള അതേ വീഡിയോവുമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന പ്രസ് ബ്രീഫിംഗിലേക്ക് വന്നത്. ആദ്യം തന്നെ ചീഫ് സെക്രട്ടറിയാണ് ഏതാണ്ട് 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അതിൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ഏറ്റവും വേഗത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ